നമസ്കാരം, ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. രാവിലത്തെ എല്ലാ തിരക്കും എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തുമ്പോൾ നമ്മളൊന്ന് വിചാരിക്കുക രാത്രി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം എന്നായിരിക്കും. ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറേ കുറഞ്ഞ് നമ്മൾ നല്ല ഉന്മേഷത്തിൽ എണീക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത ചിലരുണ്ട്, അതായത് ഉറക്കക്കുറവ് നേരിടുന്നവർ. ഉറക്കക്കുറവ് ഒരു ഭയങ്കര പ്രശ്നമാണല്ലേ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഒന്ന് നന്നായിട്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാറലുണ്ട്. പക്ഷെ ഉറക്കക്കുറവുള്ളവർക്കാണ് എങ്കിൽ കോൺസെൻട്രേഷനിൽ, മെമ്മറി ലോസിൽ ഒക്കെ കുറവുണ്ടാവും. അതുപോലെ തന്നെ സ്ട്രെസ്സും സ്ട്രെയിനും ഡിപ്രഷനും ഒക്കെ അധികമായിട്ട് കാണാനും തുടങ്ങും. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായ BP, ഷുഗർ, കൊളസ്ട്രോൾ, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഈ ഉറക്കക്കുറവുള്ളവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റാവുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഉറക്കക്കുറവ് ഉള്ളവർക്കാണ് എങ്കിൽ മെന്റലി ഫിസിക്കലി നമ്മൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ വീക്കായിരിക്കും. അതായത് ഒരു ഉന്മേഷക്കുറവ് നേരിടും, നമുക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാണ്ട് വരും, മെമ്മറി ലോസ് ആവാൻ തുടങ്ങും. ആ ദിവസം മൊത്തം നമുക്കൊരു ഉന്മേഷക്കുറവും ദേഷ്യവും ഡിപ്രഷനും സ്ട്രെസ്സും, ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ മറ്റുള്ളവരോട് വഴക്കിടുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ നിങ്ങളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ പ്രോപ്പറായിട്ടൊരു ഉറക്കം ഇല്ലാത്തവർക്ക് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ബോഡിയിലെ എല്ലാ അവയവങ്ങളും എല്ലാ ഫങ്ഷൻസും ഒക്കെ നിർത്തിവെച്ച് നമ്മുടെ അവയവങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ഈ ഉറക്കം ഉള്ള സമയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഉറക്കത്തിലോട്ട് പോകുന്ന ടൈം നമ്മുടെ ബോഡി റെസ്റ്റിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഭക്ഷണം ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കഴിക്കരുത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച പാടെ ഉറങ്ങരുത് എന്ന് പറയുന്നത്. ഭക്ഷണം ഒരു മണിക്കൂർ മുന്നേ എങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 1 മണിക്കൂർ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒന്ന് നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദഹനം നന്നായിട്ട് നടക്കുകയും നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. ദഹനം നന്നായിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉറങ്ങുന്ന സമയം നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഭക്ഷണം നേരത്തെ കഴിക്കാൻ വേണ്ടി പറയുന്നത്. ഈ ബോഡി നമ്മുടെ ഓർഗൻസ് റെസ്റ്റ് എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും റെസ്റ്റ് അത്യാവശ്യമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ ബ്രെയിൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിനിന് വന്നിട്ടുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഉറക്കം സഹായിക്കും. നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളൊക്കെ ഒന്ന് നീക്കം ചെയ്ത് പിറ്റേ ദിവസം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഉറക്കക്കുറവുണ്ടായി കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് ഓടിച്ചെന്ന് ഒരു ഉറക്ക ഗുളിക കഴിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉറക്ക ഗുളിക വാങ്ങി കഴിക്കുക എന്നുള്ളത്. ഈ ഉറക്ക ഗുളികകളിൽ ധാരാളം അഡിക്റ്റീവ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് ഈ ഉറക്ക ഗുളിക വാങ്ങി കഴിക്കുന്നതാണ്. അതിന് പകരം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓൾറെഡി നമ്മൾ 2-3 വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഈ ഉറക്കക്കുറവ് മാറ്റാനായിട്ട് 6 മണിക്ക് ശേഷം കോഫി, ചായ, ആൽക്കഹോൾ എന്നിവയുടെ ഉപയോഗം നിർത്താം. രണ്ടാമതായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് നല്ലൊരു എൻവയോൺമെന്റ് ആവശ്യമാണ്. നമ്മുടെ മനസ്സിന് ഭയങ്കര പീസായി ഭയങ്കര സ്വസ്ഥവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു എൻവയോൺമെന്റ് ആവശ്യമാണ്. അതായത് ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മാക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. സൗണ്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ സൗണ്ടൊക്കെ ഒന്ന് കുറയ്ക്കുന്ന സംവിധാനങ്ങളൊക്കെ ആക്കി വെക്കുക, സൗണ്ട് കുറയ്ക്കുക. നല്ല മ്യൂസിക്, എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുക. പലരും പാട്ട് കേട്ട് ഉറങ്ങുന്നവരുണ്ട്, പക്ഷെ അതിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. എന്താണെന്നറിയാം. ഒന്ന്, നമ്മളെ ഇമോഷണലി ഭയങ്കര സങ്കടപ്പെടുത്തുന്ന പാട്ടുകൾ കേൾക്കാണ്ടിരിക്കുക. ഇമോഷണലി ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന പാട്ടുകൾ രാത്രി കേൾക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഓവറായിട്ട് സന്തോഷിക്കുന്ന പാട്ടുകളും രാത്രി കേൾക്കാണ്ടിരിക്കുക. പകരം നിങ്ങൾ കേൾക്കേണ്ട സോങ്സ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവും. ഭയങ്കര കാം ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക് അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് സ്ലോലി ഉറക്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്കറിയാം, കണ്ണ് കാണിക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയും സ്ക്രീൻ ടൈം കുറയ്ക്കണം. അതായത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ഫോണ് അല്ലെങ്കിൽ ലാപ്പ് എല്ലാം നിർത്തി വെച്ചിട്ട് വേണം കിടക്കാൻ എന്ന് പറയും. നന്നായിട്ട് ഉറക്കം കിട്ടാൻ ഇത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ എന്ത് കണ്ടു കഴിഞ്ഞാലും അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ഫോൺ ഉപയോഗം നിർത്തിവെക്കുക, നല്ല പീസ്ഫുൾ ആയിട്ട് കിടന്നുറങ്ങുക. രണ്ടാമതായിട്ട് നമ്മളൊരു സ്ലീപ്പ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. എന്താണ് ഈ സ്ലീപ്പ് റുട്ടീൻ? ചിലർ കണ്ടിട്ടില്ലേ, ഉറങ്ങുന്നതിന് മുന്നേ കാലും കൈയൊക്കെ കഴുകി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഉറക്കം വരുള്ളൂ. ചിലരുണ്ടാവും ഡയറി എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ചിലവരുണ്ടാവും ഒരു 1/2 മണിക്കൂർ എങ്കിലും വായിച്ചാൽ മാത്രമേ അവർക്ക് ഉറക്കം നന്നായിട്ട് കിട്ടുള്ളൂ. എൻ്റെ അമ്മയൊക്കെ ആ ടൈപ്പാണ്. ഒരു 1/2 മണിക്കൂർ അമ്മയ്ക്ക് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാൻ ശരിയാവുള്ളൂ. ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടക്കുള്ളൂ. അതാണ് അവരുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും
ഏതെങ്കിലും തരത്തിലുള്ള സ്ലീപ്പ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതായത് നിങ്ങൾക്ക് ബുക്ക് വായിക്കാം, ഡയറി എഴുതാം, ഇന്ന് നടന്ന കാര്യങ്ങൾ എഴുതി വെക്കാം, ഇല്ലെങ്കിൽ നാളെ രാവിലെ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കാം. ഇനി വീട്ടമ്മമാരാണെങ്കിൽ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും, ലഞ്ചിന് എന്തുണ്ടാക്കും, ഡിന്നർ എന്തുണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അത് നിങ്ങളുടെ പണി എളുപ്പമാക്കുകയും നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. കുട്ടികളാണെങ്കിൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ലീപ്പ് റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. കാരണം ആ കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. പലരും ഉണ്ടാവും ബുക്ക് വായിച്ച് അല്ലെങ്കിൽ ബുക്ക് കിടന്നുറങ്ങുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ബുക്ക് വായിച്ചാലും മതി നല്ല ഉറക്കം കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ലീപ്പ് റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സസൈസ്. അതും രാവിലത്തെ സൺലൈറ്റ് കൊണ്ടിട്ടുള്ള എക്സസൈസ് ആണ് എങ്കിൽ രാവിലത്തെ സൂര്യപ്രകാശം നമുക്കറിയാം വിറ്റാമിൻ ഡി മെലാട്ടോണിന്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുകയും ചെയ്യും. ഈ മെലാട്ടോണിൻ നമ്മുടെ സ്ലീപ്പിനെയും സഹായിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ സൺലൈറ്റ് കൊള്ളുന്ന വളരെ നല്ലതാണ്. സൺലൈറ്റിൽ എന്തെങ്കിലും എക്സസൈസോ യോഗയോ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം കിട്ടും. ഇനി രാത്രിയിൽ ഉറക്കം കിട്ടാത്തതിന് പകൽ കിടന്ന് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പകൽ നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ രാത്രി എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പിന്നെ ഈ ഓവർ തിങ്കേഴ്സ് ഉണ്ടാവും. അതായത് ഉറങ്ങുമ്പോൾ മാത്രം അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പെട്ടെന്ന് ടെൻഷൻ വരുന്നവരുണ്ടാവും. അയ്യോ എൻ്റെ ഭാവി ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് ജോലിയില്ല, എനിക്ക് ശമ്പളമില്ല, ഞാൻ എന്ത് ചെയ്യും, കുടുംബം നോക്കാൻ എന്ത് ചെയ്യും, അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ് എന്നെല്ലാം പറഞ്ഞ് ഓവർ തിങ്ക് ചെയ്യുന്നവരുണ്ടാവും. ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ ആ ചിന്തകൾ അങ്ങ് മാറ്റിവെക്കുക. നിങ്ങൾ എത്ര ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിച്ചാലും അതുകൊണ്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ ഉറക്കം പോകും എന്നല്ലാണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടാനില്ല. നമുക്ക് ഈ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ളവർ രാത്രി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ തന്നെ വീഡിയോയിൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കം നന്നായിട്ട് കിട്ടും. അടുത്ത ആൾക്കാരുണ്ട് സ്വയം ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കൂടെ കിടക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നവർ. അതായത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ളവർ, കൂർക്കം വലിച്ചുറങ്ങുന്നവർ. ഈ കൂർക്കം വലിച്ചുറങ്ങുന്നവർ നമ്മുടെ എല്ലാം വിചാരം കൂർക്കം വലിച്ചുറങ്ങിയാൽ അവർ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്, നന്നായിട്ട് അവർ ഉറങ്ങിയിട്ടുണ്ട് എന്നെല്ലാം പറയും. പക്ഷെ അങ്ങനെയല്ല. ഈ കൂർക്കം വലിച്ചുറങ്ങുന്നവരുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറവായിരിക്കും. അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ബ്രെയിനിലോട്ടോ അല്ലെങ്കിൽ ഹാർട്ടിലോട്ടോ സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ഈ കൂർക്കം വലിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂർക്കം വലി കുറയ്ക്കുക. അതായത് ഏതെങ്കിലും ഡോക്ടറെ കണ്ട് മരുന്നെടുത്ത് കൂർക്കം വലി കുറയ്ക്കുക. നിങ്ങൾ നിങ്ങളുടെ ഓക്സിജന്റെ അളവൊന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ബ്രെയിനിലോട്ടും ഹാർട്ടിലോട്ടുമുള്ള ഓക്സിജന്റെ സപ്ലൈ കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും നന്നായിട്ട് ഉറങ്ങാം. ഉറക്കം നമ്മുടെ ശരീരത്തിൽ ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ചെറിയ കാര്യം നമ്മൾ വിചാരിക്കുമെങ്കിലും ഒരു 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉറങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നന്നായിട്ട് നടക്കുകയുള്ളൂ. നമുക്ക് നല്ല ഉന്മേഷത്തോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഉറക്കക്കുറവുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഹെൽത്ത് ടിപ്സിനും ലൈഫ് സ്റ്റൈൽ ടിപ്സിനും ആയിട്ട്.